സനത് തന്നെ ആവശ്യമില്ലാണ് സ്ഥിരീകരിക്കുന്നത്. ഈ കഴിഞ്ഞ കോഴിക്കോട് പ്രസംഗത്തിൽ പേരോട് കാന്തപുരത്തിന് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, സനത് വേണം ഹദീസിന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇയാൾ കുറെ ചോദ്യം ചോദിക്കുക. പണ്ട് ലേബർ റൂമിൽ പ്രസവിച്ച കുട്ടി നമ്മുടെ കുട്ടിയാണെങ്കിൽ തെളിവെന്താ സനതെന്താ ചോദിച്ച പോലെ, ഹോട്ടലിൽ നിന്ന് മാംസം കഴിച്ച ആ മാംസം അറുത്തതാണ് മുസ്ലിം എന്നുള്ളതിന് തെളിവെന്താ സനതെന്താ ചോദിച്ച പോലെ പുതിയ കുറെ ചോദ്യങ്ങൾ ഇയാൾ ചോദിക്കുകയാണ്. ഒരു മുസബ്ബലായ ഭൂമിയിൽ കൊണ്ടുപോയി നമ്മൾ കബറടക്കുമ്പോ ഈ മയ്യത്തിനെ കബറടക്കാതെ മുസബ്ബലായ ഭൂമിയാണെന്നുണ്ടെങ്കിൽ സനത് എവിടെ, രേഖ എവിടെ, പുതിയ ചോദ്യം ചോദിക്കുകയാണ്. അതിൽ അമേരിക്കയിൽ പോയി, നമ്മൾ ബ്രിട്ടനിൽ പോയി ഒരു പള്ളി കണ്ടു, നിസ്കരിക്കാൻ നോക്കുമ്പോ ആ പള്ളി വഖഫ് ചെയ്യപ്പെട്ടതാ, സനതുണ്ടോ? സനതില്ല. നമുക്ക് നിസ്കരിക്കാൻ പറ്റൂലേ? നിസ്കരിക്കാം. അപ്പൊ സനത് ആവശ്യമില്ല. ഒരു തങ്ങളെ നമ്മൾ കണ്ടു, തങ്ങളെ ആൾക്കാർ പറയുന്നുണ്ട് ബഹുമാനിക്കാൻ ആവശ്യമില്ല, നമ്മൾ ബഹുമാനിക്കണം. ഒരു വലിയന്റെ കബറിങ്ങ ചെന്നു, ആ വലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സനത് എവിടെ? സനത് പരിശോധിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിയാറത്ത്. ഇങ്ങനെ 100 തെളിവുകൾ ഉണ്ടാക്കാൻ സനത് ആവശ്യമില്ല എന്നുള്ളേക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ സനതില്ല. ആ സനതില്ലാതെ തന്നെ എന്ത് ചെയ്യാ, ഇത് കാന്തപുരം പറഞ്ഞതുകൊണ്ട് സ്ഥിരീകരിക്കണം എന്ന നിലയിലാണ് ഏറ്റവും അവസാനം ഈ വിഷയം അവർ വിശദീകരിച്ച് അവസാനിപ്പിച്ചു വച്ചിരിക്കുന്നത്. വിനയപൂർവ്വം ഇവിടെ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇവരെ വാദമനുസരിച്ച് കാന്തപുരത്തെ പോലെ പ്രസിദ്ധനായ ഒരാളുകൾ കൈമാറിയാൽ അതിൽ പിന്നെ സനത് അത് എവിടുന്ന് കിട്ടിയത് ആധികാരികത അന്വേഷിക്കേണ്ടതില്ല എന്നും അത് അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം നബി തങ്ങളുടെ സ്ഥിരീകരിക്കണമെന്നും പറയുന്ന ഈ മസ്അല ഇസ്ലാമിലെ ആധികാരികമായ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഇയാൾ ഉദ്ധരിക്കുന്നത്? തെളിവാണല്ലോ. ഇയാൾ ചോദിക്കുന്നത് നമ്മളോട് ഫത്തുൽ മീൻ ഉണ്ടോ? ഫത്തുൽ മീൻ നമുക്ക് ഫത്തുൽ മീൻ ആണെന്നില്ല. ഒന്നുകിൽ ഖുർആൻ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഹദീസിൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ 4 മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദപ്പെട്ട മഹാന്മാരെ ഇമാമുകൾ എത്ര കഴിഞ്ഞുപോയി, അത്ര ഇമാമിയങ്ങൾ. അതൊന്നും അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെട്ട ആരെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രസിദ്ധനായ ആള്, അപ്പൊ കാന്തപുരത്ത് പോലെ ഒരാൾ പറഞ്ഞാൽ പിന്നെ ആ മുടി കൈമാറിപ്പോന്ന പരമ്പര ആവശ്യമില്ല, നമുക്ക് നബിതങ്ങൾ മുടിയാണെന്ന് വിശ്വസിക്കണം എന്ന ഒരു ഇസ്ലാമിക നിയമം ലോക ചരിത്രത്തിൽ ആരാണ് എഴുതി വെച്ചത്? ബഹുമാന്യനായ കാന്തപുരത്തിലെ പ്രവർത്തകന്മാർക്ക് ഇതിന്റെ മറുപടി ചോദിച്ചു പറയാൻ സാധിക്കുമോ? പേരോട് ലൈനിൽ കിട്ടിയാൽ മൂപ്പറാണ് നമുക്ക് ചോദിക്കാം. മൂപ്പറാണ് പ്രസംഗിച്ചത്, നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് എപ്പോ ലൈനിൽ വന്നാലും ഈ ചോദ്യം കൂടി നമുക്ക് ആ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഇങ്ങനെ ഒരു മുടി പ്രസിദ്ധനായ ഒരാള് തന്നാൽ പിന്നെ അത് കൈമാറിപ്പോന്ന പരമ്പര ആവശ്യമില്ല, നമ്മൾ വിശ്വസിച്ചുകൊള്ളണം എന്ന ഇസ്ലാമിക നിയമം ലോകത്ത് സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന ഏത് കിതാബിലാണുള്ളത് എന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, അത് വിശദീകരിച്ചു തരേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന്റെ മറുപടി നമുക്ക് കിട്ടണം. നമുക്കത് ബോധ്യപ്പെട്ടില്ല. നമ്മൾ സങ്കല്പിക്കുക, അങ്ങനെ മസല നമുക്ക് സങ്കല്പിക്കാതെ, നമ്മൾ ഭൂമധ്യരേഖ കൊണ്ട് സങ്കല്പിക്കുന്ന ആൾക്കാർ, അങ്ങനെ രേഖയൊന്നുമില്ലല്ലോ. സൗകര്യത്തിൽ സങ്കല്പിക്കുക. കാന്തപുരം പറഞ്ഞ മസല ശരിയാണ്, പേരോട് പറഞ്ഞത് ഇത് ഒരു പ്രസിദ്ധനായ ആൾ തന്നാൽ അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്നാൽ ചോദിക്കട്ടെ, പിണറായി പ്രസിദ്ധനല്ലേ? പിണറായി ഒരു മുടി കൊണ്ടുവന്നത് തങ്ങളെ മുടിയാണെന്ന് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥനാ? ഉമ്മൻചാണ്ടി പറഞ്ഞു, ഒരുപാട് മുഖ്യമന്ത്രിയാണ്, നമ്മുടെ കാര്യമായ മഹാന. ഉമ്മൻചാണ്ടി പറഞ്ഞു, ശ്രീ ഉമ്മൻചാണ്ടി ഇത് പ്രവാചക തിരുമേനി നിങ്ങളുടെ മുടിയാണ്, ഞങ്ങൾക്ക് കിട്ടിയതാണ് വിദേശത്ത് പോയപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, തെളിവ് ചോദിക്കരുത്, അദ്ദേഹം പറയാണ്. വേണ്ട, നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഈ സ്ഥാനം വഹിക്കുന്ന ശ്രീ അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന് ലോകത്ത് പറന്ന് നടക്കുക പണി. ഏതെത്ര രാജ്യത്ത് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും മൂപ്പര് നല്ല 3-4 കെട്ട് മുടി കൊണ്ടുവന്നു, ഇത് നബി തങ്ങളെ മുടിയാണ് എന്ന് കൊണ്ടുവന്നു. അപ്പൊ അഹമ്മദ് സാഹിബിനോട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ പരമ്പര തരണം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ തന്നാൽ കണ്ണും ചുമ്മി സ്വീകരിക്കണം എന്ന നിയമം ഏത് കിതാബിലാണുള്ളത്? മറ്റു 2 അമുസ്ലിമുകളായി പോയി. ഇത് കാന്തപുരത്തിന് തുല്യനാണല്ലോ അഹമ്മദ് സാഹിബ്, 2 ആളും ഫേമസാ. കാന്തപുരം പറഞ്ഞത് അദ്ദേഹം ലോകത്താകാതെ പെട്ട സാഹിബ് വേറെ ആൾ. പ്രസിദ്ധരായ ആളുകൾ തന്നാൽ പിന്നെ ആ മുടിയുടെ സനത് ചോദിക്കാൻ പാടില്ല, അതങ്ങനെ തന്നെ വിശ്വസിച്ചോണം നബി തങ്ങളുടേതാണെന്ന് ഏത് കിതാബിൽ പറഞ്ഞു? ഏതാണ് ഇസ്ലാം സ്ഥിരീകരിക്കുന്ന രേഖ? നിങ്ങൾ തെളിയിക്കേണ്ടതാണ്. തെളിയിക്കാത്ത പശ്ചാത്തലം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മിനിമം അഹമ്മദ് സാഹിബിനൊക്കെ മാറ്റിക്കാൻ മൂപ്പരാമാര് പരിപാടിക്കും നടക്കൂല. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. മിനിമം ഖലീൽ തങ്ങൾ അടുത്ത കൊല്ലം കൊണ്ടുവരില്ല. ഇവിടെ കാന്തപുരത്തിനടുത്ത് 3 മുടി 4 മുടി നമുക്ക് സ്ഥിരപ്പെട്ടില്ല. ചിലപ്പോൾ 2-3 കഷ്ണം മുടി മൂപ്പർ പറഞ്ഞു, ചിലപ്പോൾ 1 കഷ്ണം 2 പലതും പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ 3-4 മുടി ഉണ്ടെന്ന് വെക്കുക. ആ ഖലീൽ തങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന പള്ളികളും വലിയ വലിയ അപ്പുറത്തുണ്ടാക്കുകയാണ്. ആ ഖലീൽ തങ്ങൾ ഇവിടെ 3 മുടി ഉണ്ടെങ്കിൽ അപ്പുറത്ത് 6 മുടി അടുത്ത കൊല്ലം കൊണ്ടുവരില്ലേ? ഇത് നബി തങ്ങൾ ഇവിടെ ഖലീൽ തങ്ങൾ പ്രശസ്തനല്ലേ? അള്ളാഹ് വളരെ പ്രശസ്തനാ. മൂപ്പര വാഴ്ന്ന് കേൾക്കണ്ടേ? കേട്ടിട്ട് എത്ര ആൾക്കാരാണ് അതിൽ വീഴുന്നത്? ആ ഖലീൽ തങ്ങൾ പ്രശസ്തനായ ആളാണെന്നുള്ളവർക്ക് മൂപ്പര് 6 മുടി കൊണ്ടത് നബി തങ്ങളെ മുടിയാണെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ എന്താണ് നിങ്ങൾ തെളിവ് പറയാ? ഞങ്ങൾ തെളിവ് പറയണ്ട. ആളുകളുണ്ട് ഇവിടെ തട്ടിപ്പും വെട്ടിപ്പുമായി പാവപ്പെട്ട മുസ്ലിം
സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിനോട് സ്നേഹമുള്ള ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളെ ഈ സ്വപ്നകഥ പ്രചരിപ്പിക്കുന്ന ഈ തരത്തിലുള്ള ആളുകൾ, അവരൊക്കെ മൊത്തം കൊണ്ടുവരുന്ന മുടികളും പുതപ്പുകളും നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ അവതരിപ്പിക്കുന്ന വസ്തുക്കൾ, ഇതൊക്കെ തങ്ങളുടേതാണ്, നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ പ്രശസ്തരായ ആൾ തന്നാൽ പിന്നെ അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല, അതിന് പരമ്പര അന്വേഷിക്കാൻ പാടില്ല എന്ന നിയമം, നിങ്ങൾ ആവിഷ്കരിച്ച നിയമം അനുസരിച്ച് കേരളത്തിലുടനീളം പ്രവാചക തിരുശേഷിപ്പുകളാവേ. അങ്ങനെയാണെങ്കിൽ കേരളം നിങ്ങൾ വിചാരിച്ചേക്കണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. കാരണം വേൾഡിൽ മൊത്തമുള്ള നബിതങ്ങളുടെ സ്ഥാനമൊക്കെ കേരളത്തിലായി മാറും. സുഹൃത്തുക്കളെ, നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തുക. പ്രസിദ്ധനായ ഒരാൾ തന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സനത് ആവശ്യമില്ല, ചോദിക്കാൻ പാടില്ല, അത് പ്രവാചക തിരുമേനിയുടേതാണെന്ന് സ്ഥിരീകരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ മസ്അല എവിടെ നിന്ന് കൊണ്ടുവന്നു, ഇതിന്റെ നിലപാട് എന്താണ്, സ്ഥിതി എന്താണ്, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വിലയിരുത്തുക. അല്ലെങ്കിൽ ഇന്ന കിതാബിലുണ്ട് എന്ന് പറയണം. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഉത്തരേന്ത്യയിലെ ഒരു പണ്ഡിതൻ ഒരു ലഘുകൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെയാകാം. ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ വെച്ചാൽ ആ കൃതിന്റെ അപ്പുറമൊക്കെ വായിച്ചാൽ നമുക്ക് പറ്റുന്ന മസലുണ്ട്, പറ്റാത്ത ആ മാതിരി ഒന്നും പറയണ്ട. നമുക്ക് നമ്മുടെ മദ്ഹബിൽ സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണ പ്രകാരം, നമ്മുടെ അശ്അരിയ ത്വരീഖത്തനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബ് ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കണം. ഇങ്ങനത്തെ പ്രാമാണികമായ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഷാഫി മദ്ഹബിലേക്ക് വിട്ടുമാറി ചിന്തിക്കുക. എവിടെങ്കിലും ഉത്തരവാദപ്പെട്ട മഹാന്മാരായ പൂർവ്വകാല അൻസലഫ് സ്വാലിഹീങ്ങളെങ്കിലും എഴുതി വെച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ ഇങ്ങനെ നിയമം എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. മാത്രമല്ല, നിങ്ങൾ ഈ വിഷയത്തിൽ കേരളത്തിലുടനീളം, എന്റെ ഗൾഫിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഒരു സംസ്ഥാന സമ്മേളനം നടക്കുകയാണെങ്കിൽ ആ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വിപുലമായ സംവിധാനം ഏർപ്പെടുത്തുന്ന വിധത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിലുടനീളം ഉയർന്നു നിൽക്കുകയാണ്. അതിലൊക്കെ ഷായിറെ മുബാറക്ക് മസ്ജിദ് എന്ന പേരുള്ള വലിയ അവരെ വിഭാവനം ചെയ്യുന്ന പള്ളിയുടെ ചിത്രം വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിലൊക്കെ മുകളിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ആ ഹദീസിൽ പറയുന്നത്, മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്റെ അടുക്കൽ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഏറ്റവും പ്രിയങ്കരമായി ഞാൻ കാണുന്നത് തിരുകേശ സൂക്ഷിപ്പാണ്. ബുഖാരി. എന്റെ മാന്യ സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബത്തുള്ള, ആദരവുള്ള, ദീനിനോട് താല്പര്യമുള്ള എന്റെ പ്രിയപ്പെട്ട AP വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർ കൂടി നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. കേരളത്തിലുടനീളം ഉയർത്തിവെച്ച ഫ്ലക്സ് ബോർഡുകൾ കൊടുത്ത ഈ ഹദീസിന്റെ പരിഭാഷകനെ വലിയ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ വായിക്കുകയാണ്. ഏതൊരു സാധാരണ അത്ര വലിയ ഫ്ലക്സ് ബോർഡുകളാണ് വെച്ചിട്ടുള്ളത്. ഈ വലിയ പള്ളി വെച്ചിട്ട് ദുനിയാവും അതിലുള്ള സകലമാന വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം തിരുകേശ സൂക്ഷിപ്പാണ്. പിന്നെ അടുത്ത വരിയാണ്, തിരുകേശ സൂക്ഷിപ്പിന് ഉത്തമ കേന്ദ്രം ഷായിറെ മുബാറക്ക് മസ്ജിദ്. അവ തിരുകേശം സൂക്ഷിക്കാൻ നല്ലൊരു സംവിധാനം ഉണ്ടാക്കലാണ് ലോകം മൊത്തം കിട്ടുന്നതിനേക്കാളും ഇഷ്ടം എന്ന് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ബുഖാരിയിലുണ്ട്. ആ സൂക്ഷിക്കലാണ് ഏറ്റവും പ്രധാനമെന്നുകൊണ്ടാണ് ഏറ്റവും വലിയ പള്ളി ഇതിനു വേണ്ടി ഉണ്ടാക്കുന്നത്. അത് ലോകത്ത് ആദ്യമായി നിർവഹിച്ച ആൾ കാന്തപുരാണ്. അപ്പൊ ഹദീസ് നടപ്പാക്കുന്ന ആൾ മൂപ്പരാണ് എന്നാണ് വരുത്തി തീർക്കുന്നത്. എത്ര ആളുകൾ വിശ്വസിച്ചു? ഹദീസ് നോക്കട്ടെ. ഹദീസിൽ എന്താ പറയുന്നത്? തിരുകേശ സൂക്ഷിപ്പാണ് ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാൾ ഏറ്റവും നല്ലത് എന്ന് മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. ഞാൻ ഹദീസുകൾ വായിച്ചു കേൾപ്പിക്കാം. ഹദീസ് പ്രകാരമാണ്, വാൻ മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു ഖാൽ, മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു ലി അബീദ, ഞാൻ അബീദ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, എന്താണ് മിൻ ഷാഇരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുണ്ട്. അസബ്നാഹു മിൻ ഖിബലി അനസ്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്കത്. ഔ മിൻ ഖിബലി അഹ്ലി അനസ് ഷക്റാവി, അല്ലെങ്കിൽ അനസിന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക്, കുടുംബത്തിന്റെ വഴിക്ക്. ഫഖാൽ, അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലഅൻ തകൂന ഇൻദി ഷഅറത്തു മിൻഹു, ആ നബി തങ്ങളുടെ മുടിയിൽ നിന്ന് ഒരു മുടി എന്റെ കൈവശം ഉണ്ടാവൽ, അഹബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, മിന ദുനിയ വമാ ഫീഹ, ദുനിയാവും അതിലെ സകലമാന വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ. ലഅൻ തകൂന ഇൻദി, എന്റെ കൈവശം ഉണ്ടാവൽ, എന്റെ അടുക്കൽ ഉണ്ടാവൽ, എനിക്കൊരു മുടി എന്റെ കയ്യിൽ ഉണ്ടാവൽ ദുനിയാവും അതിലെ സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഇഷ്ടമാണ് എന്നാണ് ഹദീസിലുള്ളത്. അവിടെ ഉണ്ടാകൽ എന്ന വാക്കിന്റെ അർത്ഥം മാറ്റിയിട്ട് തിരുകേശ സൂക്ഷിപ്പ് എന്ന് അർത്ഥം വെച്ചത് തിരുകേശ സൂക്ഷിപ്പിന്റെ ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞ ഈ പള്ളിയുടെ ഷെയർ പിരിക്കാൻ വേണ്ടി ഹദീസ് ദുർവ്യാഖ്യാനം
മുജാഹിദ് ചെയ്യാറുണ്ട്, ഖുർആൻ ദുർവ്യാഖ്യാനം മുജാഹിദ് ജമാഅത്തും ചെയ്യാറുണ്ട്. പക്ഷെ നേർക്കുനേരെ പദത്തിന്റെ അർത്ഥം മാറ്റിവെച്ച് കൃത്രിമം, ഇത് ജൂതന്മാരും ക്രൈസ്തവരും വേദഗ്രന്ഥങ്ങൾ കാണിച്ച യുഹർരിഫുൽ കലിമ അൻ മവാദിഇ, വിശുദ്ധ വേദഗ്രന്ഥങ്ങളെ വചനങ്ങൾ മാറ്റിമറിച്ച് അർത്ഥം വെക്കുന്ന വളരെ ഗുരുതരമായ കൃത്രിമമാണ് ഈ ബുഖാരിയുടെ ഹദീസ് വെച്ചുകൊണ്ട്. ഇതൊരു മൗലവി, ഒരു സക്കാഫി ഒരിടത്ത് പറയാൻ നമ്മൾ മൈൻഡ് ചെയ്യൂല, കാരണം അങ്ങനെ എത്രയോ കളവുകൾ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തുടനീളം ഇത്ര വലിയ ഫ്ലക്സ് ബോർഡുകളിൽ ബസ്സിൽ പോകുന്ന യാത്രക്കാർക്ക് പോലും വായിക്കാവുന്ന വിധം തിരികേശ സൂക്ഷിപ്പാണ് ലോകത്തേക്കാൾ മൊത്തം ഞാൻ ഇഷ്ടമായി കാണുന്നത് എന്ന് ആ സൂക്ഷിപ്പ്, എന്നിട്ട് പറയും തിരികേശ സൂക്ഷിപ്പിന് ഉത്തമ കേന്ദ്രം ഷാറ മുബാറക് മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം വെക്കുന്നത്. ഈ ഹദീസിൽ കൃത്രിമമായ അർത്ഥം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് വ്യാപകമായി ഫ്ലക്സ് ബോർഡ് ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്താലേ മിനിമം സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിന് ഇല്ലാത്ത ഒരർത്ഥം, വ്യാജമായ അർത്ഥം കെട്ടിച്ചമച്ചുണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന ഇല്ലാത്ത മുടിയുടെ പേരുള്ള പള്ളിക്ക് വേണ്ടി തെളിവുണ്ടാക്കാൻ ഇങ്ങനെ ഹദീസിൽ കൃത്രിമം കാണിച്ചത് എത്ര ഗൗരവമുള്ള വാക്കാണ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇഷ്ടപ്പെടുമോ? എന്റെ സുഹൃത്തുക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. വളരെ ഗൗരവകരമായ കേസാണല്ലോ സുഹൃത്തുക്കളെ. ഈ കൃത്രിമം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം സാന്ദർഭികമായി. ഇത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മുടിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പിരിവുകളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇല്ലാത്ത ഈ മുടി ഉണ്ടെന്ന് വരുത്തി തീർത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ വേണ്ടിയല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 തരം കളക്ഷനുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നടത്തിയ മുടിയിട്ട വെള്ളം വ്യാപകമായി വിൽപ്പന നടത്തിക്കൊണ്ട് അതിനിവർ നിഷേധിക്കുന്നുണ്ട്. കാന്തപുരം ഒരൊറ്റ കുപ്പി വെള്ളം പൈസക്ക് കൊടുത്തിട്ടല്ല, അവിടുന്ന് അതിന്റെ ബോട്ടിൽ പോലും ഫ്രീ ആയിട്ട് സ്പോൺസർഷിപ്പിലൂടെ കൊടുത്തത്. കാന്തപുരം മുടിയിട്ട വെള്ളം വിറ്റു നമ്മൾ പറഞ്ഞിട്ടില്ല. കേരളത്തിലുടനീളം കേരളത്തിനകത്തും പുറത്തും വ്യാപകമായി ഇവരുടെ യൂണിറ്റുകൾ വഴി പരസ്യമായി വിൽപ്പന നടത്തി എന്നതിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മംഗലാപുരം വരെ എത്ര തെളിവുകളും വേണം തരാം. കാരണം നിഷേധിക്കാതിരിക്കാൻ ആദ്യം തന്നെ കാര്യം വിഷയിക്കാം. കാന്തപുരം വിറ്റു നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഒരു തരം പിരിവത് അത് നമ്മൾ വിവാദമാക്കിയപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ച മട്ടാണ്. രണ്ടാമത്തെ പിരിവ് ഈ ആയിരങ്ങളുടെ പിരിവ്, ദിർഹമുകളുടെ പിരിവ്, റിയാലുകളുടെ പിരിവ്, 40 കോടി എന്ന് പറഞ്ഞുകൊണ്ട് അറ്റമില്ലാത്ത പിരിവ്, നമ്പർ പോലും ഇടാതെ വ്യാപകമായി കൂപ്പൺ അടിച്ചുകൊണ്ട് പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുക. 40 കോടിയുടെ പിരിവാണെന്നാ പറയുന്നത് രണ്ടാം പിരിവ്. മൂന്നാമത്തെ കോടി 40 കോടികളുടെ, 400 കോടികളുടെ, 4000 കോടികളുടെ എന്ന് പറഞ്ഞാൽ പോരാ. ധാരാണ് അറ്റൻഡുകൾ ഗൾഫിലെ മൊബൈലാണ് അറ്റൻഡുകൾ. 4000 കോടികളുടെ, 40,000 കോടികളുടെ എന്ന് പറഞ്ഞാൽ പോരാത്ത വിധം ഈ ഷാറ മുബാറക് മസ്ജിദ് ഉള്ളിലാക്കി അതിനു ചുറ്റും 50, 100 നിലകളുള്ള വലിയ കെട്ടിടങ്ങൾ, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ചിത്രം കാണണം. സിറാജിന്റെ സപ്ലിമെന്റിന് ഒരു ഫുൾ പേജ് പരസ്യം വന്നിരുന്നു. അതിനെ കൃത്യം എനിക്ക് ആ ചിത്രം ഓർമ്മ വരുന്നത് ഹറം വികസനത്തിന് വേണ്ടി ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ചിത്രമുണ്ടായിരുന്നു. നെറ്റിൽ പല സുഹൃത്തുക്കളും കണ്ടിരിക്കും. കഅബ സെന്ററിൽ ചുറ്റും മസ്ജിദുൽ ഹറാം, അത് ചുറ്റും വിപുലമായ ഉന്നത നില ബഹുനില കെട്ടിടങ്ങൾ, ആ തരത്തിലുള്ള വലിയ കെട്ടിടങ്ങളുടെ സമുച്ചയം. ഒരു ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പല ടൗൺഷിപ്പ്, നോളജ് സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ബോംബെ അല്ലെങ്കിൽ ഒരു ജിദ്ദ, കോഴിക്കോട് നഗരം അതുപോലത്തെ ഒരു വലിയ, അല്ലെങ്കിൽ ദുബൈ, ഒരു പടുത്തുയർത്തുന്ന ഒരു പ്രതീതിയിലുള്ള പരസ്യം ചിത്രം കാണിച്ചിട്ടാണ്, പ്ലാൻ കാണിച്ചിട്ടാണ് കോടികൾ വേറെ ഷെയർ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിരിവൊക്കെ നടത്തുന്നത് എന്തിന്റെ പേരിലാണ്? അതൊക്കെ വലിയ കൗതുകം. ഞാൻ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സുഹൃത്തുക്കളോട് പറയട്ടെ, മാപ്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന കമ്പനിയുടെ പേരിൽ അത് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രത്തിൽ വന്ന പരസ്യ മാപ്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ സ്വകാര്യ കമ്പനി എന്നാ. സ്വകാര്യ കമ്പനിയാണ്, അതിലെ അവകാശം വ്യക്തികൾക്ക് മാത്രം. ആരാണ് ആ കമ്പനിയിലുള്ളത്? കാന്തപുരത്തിന്റെ മകനും ഇനി ആളുകളാണ് സങ്കല്പിക്കുക. ആ വ്യക്തികൾക്ക് മാത്രം അധികാരമുള്ള അവരുടെ സ്വകാര്യ സ്വത്താണിത്. ഈ കോടികൾ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ സ്വകാര്യ കമ്പനി, അവരുടെ ജംഇയ്യത്തുൽ പേരിലല്ല, അവരുടെ എസ്വൈസിന്റെ പേരിലല്ല, അവരുടെ ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ പേരിലല്ല. ഈ സ്വകാര്യ കമ്പനി ഉപയോഗിച്ച് ഈ കോടികളുടെ സംവിധാനം മറ്റൊരു കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് പത്രങ്ങൾ വിവാദമാക്കി. സത്യത്തിൽ ഇതിന്റെ പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അല്ലേ നടക്കുന്നത് പത്രക്കാർ ചോദിച്ചു. അപ്പൊ കാന്തപുരം പറഞ്ഞു, ആ നോളജ് സിറ്റി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ഈ പള്ളി കഴിഞ്ഞ നബിദിനത്തിലാണ് പ്രഖ്യാപിച്ചത്. കാരണം ഈ പള്ളി കേന്ദ്രീകരിച്ചാണ് ഈ സിറ്റി ഉണ്ടാക്കുന്നത് എന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നോക്കുമ്പോ ശുദ്ധമായ കളവാണ്. കാരണം ഈ കഴിഞ്ഞ